ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനിത് വീണ്ടും ചിക്കൻ പുരട്ടിന് വേണ്ടിയുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ തല്ലി എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഇന്ന് എനിക്കൊരു ചെറിയ പണി കിട്ടി. ഞാൻ രാവിലെ എല്ലാ ജോലിയൊക്കെ ചെയ്ത് റബ്ബർ പാലും ഒക്കെ എടുത്തിട്ട് വന്നപ്പോഴേക്കും എനിക്ക് കുറച്ച് വിരുന്നുകാരുണ്ടായിരുന്നു. ഒരു 10:30 മണിയായപ്പോൾ ഒരു കോൾ വരണുണ്ട്, ഞങ്ങളിതാ അങ്ങോട്ട് വരണുണ്ട്, ഞങ്ങൾക്കും കൂടെ ഉച്ച ഊണ് റെഡിയാക്കിക്കോ എന്ന്. ആ 10:30 ആകുമ്പോഴത്തേക്ക് എൻ്റെ അടുക്കളയിൽ പിന്നെ കയറേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ റെസ്റ്റ് എടുക്കുന്ന സമയമാണെന്ന് വേണം പറയാൻ. അപ്പോഴേക്കും ഇങ്ങനൊരു വിളി വന്നു. ഞങ്ങൾ രാവിലെ അവിയൽ, മീൻ കറി, കുറച്ച് ചോറ്, മോര് ഒഴിച്ചുവിട്ട് ഇതൊക്കെ വച്ച് കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെ വെച്ചത് ഞങ്ങൾ രണ്ടാളെ ഇപ്പോൾ വീണ്ടും വീട്ടിലുള്ളൂ. അപ്പോൾ വീട്ടിൽ നമ്മൾ രണ്ടാൾക്കും വേണ്ടി ഉച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഇങ്ങനെ ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് വിളിച്ചോളും. ഗസ്റ്റിനെ ഞാൻ കാണിച്ചു തരാം. ഗസ്റ്റൊക്കെ വരണ സമയമായപ്പോഴേക്കും ഞാൻ പിന്നെ എന്ത് ചെയ്തു, പെട്ടെന്ന് തകതകാന്ന് ചോറ് വെച്ചു. കണ്ട, ഇതാണ് എൻ്റെ ഗസ്റ്റ് കേട്ടോ. എന്ത് ചെയ്യാം ഇല്ലേ. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്നൊരു ഓട്ടോ വിളിച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഒന്നേന്ന് ചോറുണ്ടാക്കി, തോരൻ വെച്ചു, തീയൽ വെച്ചു, സലാഡുണ്ടാക്കി. അങ്ങനെ എല്ലാ ജോലിയും വീണ്ടും ഒന്നിന് ശേഷം രാവിലെ നമ്മൾ ഉണ്ടാക്കി തന്നത് ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി മാത്രം. അപ്പം പിന്നെ അവർ 3 പേരില്ലേ, എല്ലാവർക്കും കൂടെ ആകുമ്പോൾ പറ്റില്ല. അതുകൊണ്ട് രണ്ടാമത് തുടങ്ങിയതാണ്. അങ്ങനെ എൻ്റെ കുഞ്ഞാൾ തറയിൽ കിടന്ന് കുറച്ച് നേരം കളിച്ചും തൂത്തും പറക്കിയൊക്കെ നടന്നതിന് ശേഷം വീണ്ടും എൻ്റെ തോളിൽ കയറിയിരിക്കുകയാണ്. അവിടെ നമ്മൾ ചെത്തിയിട്ടിരുന്ന ഉള്ളിത്തോലും എല്ലാം അവൻ വാരി തറയിലൊക്കെ ഇട്ട് ഒരു ബഹളമൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചിക്കൻ പുരട്ടിന് വേണ്ടി ബാക്കി സാധനങ്ങളെല്ലാം ഇട്ടു. ഇനി കുറച്ച് തക്കാളി കൂടെയൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സമയം ഏകദേശം ആവും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും രതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. മണിക്കൂറുകൾ സമയങ്ങൾ കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യണം. നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് എന്നെ വഴിയിൽ കഴിച്ച് കണ്ട് ഷീജയ്ക്കും ഷീജയുടെ അനിയത്തിക്കും വളരെയധികം താങ്ക്സ്. എൻ്റെ വീഡിയോ എന്നും കാണുകയും ഇന്ന് വീഡിയോ ഇട്ടോന്ന് കേൾക്കുകയും ചെന്നിട്ട് ചേച്ചിയുടെ വീഡിയോ കാണണമെന്നൊക്കെ പറഞ്ഞില്ലേ, അത് തന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് പറഞ്ഞതിൽ ഞാൻ വളരെ 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 ഹാപ്പിയാണേ. താങ്ക് യു. ഞാൻ എല്ലാ ദിവസവും കാണുന്ന ആളാണെങ്കിലും എന്നോട് അത്രയും പറഞ്ഞല്ലോ, എൻ്റെ കുഞ്ഞനിയത്തിമാരാണ്. ഇവർ പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ എന്താ പറയുക, പ്രത്യേകിച്ചൊരു വിശേഷങ്ങളൊന്നുമില്ല. അങ്ങനെ അവർ വന്നതിന് പ്രമാണിച്ച് കുറച്ച് ഒരു ജോലി കണ്ടല്ല. ഇതാണ് എൻ്റെ മൂത്തയാൾ, ഇളയ മോൾ ഇളയത്. ഇത് എൻ്റെ മൂത്ത കൊച്ചുമോനാണ്. മറ്റേ ആൾ മൂത്ത മോൻ്റെ ഇളയ കൊച്ചുമോൻ. അങ്ങനെ ചിക്കൻ കറി ഒക്കെ വച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ചിക്കൻ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്തു. എൻ്റെ കാലും കൈയും ഫ്രൈ ആയി. തൊലിക്കരിവാട്, തോരൻ, തീയൽ ഇതെല്ലാം ആയി. പക്ഷേ രാവിലെ വച്ച സാധനങ്ങളാണ് ഇതെല്ലാം. ചക്ക, മീൻകറി, ചോറ്. അങ്ങനെ ഇന്നിപ്പം വച്ചത് കണ്ടല്ല. ഇത് ഇന്ന് രാവിലെ വെച്ച്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.